സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിസ്ഥാനത്താണ്. 2019 ഭരണസമിതി അംഗങ്ങളെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ പരാതിയിലാണ് എഫ്ഐആർ. വിവരങ്ങൾ നൽകാനായി സിജോ വി ജോൺ, ഒപ്പം തന്നെ സേഫ് സെയിലാംദീൻ, അർബി സനൂപ് തുടങ്ങിയവരാണ് ചേരുന്നത്. ആദ്യം സിജോ വി ജോൺ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി പ്രതികളാകുന്നു. അപ്പോൾ ഇത്രയും കാലം സ്വീകരിച്ച രാഷ്ട്രീയ പ്രതിരോധം ഇതിൽ ഇനി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയില്ല. നിലവിൽ എന്താണ് ഇവർക്കെതിരെയുള്ള ആരോപണം, എന്ത് കുറ്റമാണ് ചുമത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് വിശദമായി പരിശോധിക്കാം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ തരുന്നു, എത്ര പേർ പ്രതികളാകുന്നു, അങ്ങനെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ സിജോ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് ദേവസ്വം ബോർഡ് നൽകിയിരുന്നത്. ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെയാണ് അത്തരത്തിലുള്ള പരാതി നൽകുകയും ചെയ്തിരുന്നത്. ഈ 2ാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, ആ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ 8ാമത്തെ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. അന്നത്തെ ബോർഡ് അംഗങ്ങൾ എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളുകളുടെ പേര് എടുത്ത് പറയുന്നില്ല, കാരണം അത് ഇനി വരുന്ന അന്വേഷണം വരുമ്പോഴായിരിക്കും ഈ പറയുന്ന ആരൊക്കെയാണ് ഇതിൽ പ്രതിപട്ടികയിലോട്ട് പേരുകൾ വരിക എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകുക. എന്തായാലും ഇതിലേക്ക് ഇത്രയും നാള് ഉണ്ടായിരുന്നത്, അല്ലെ ആദ്യ എഫ്ഐആറുകളിൽ ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു. ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കി അതോടൊപ്പം തന്നെ തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2ാമത്തെ എഫ്ഐആറിലാണ് നിർണായകമായ ഈ നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാറിന്റെ കാലത്ത് ആ കാലത്തുണ്ടായിരുന്ന ആളുകളെയാണ് ഇപ്പോൾ ഈ പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർക്കെതിരെ ഇവർ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തട്ടിപ്പുകാരുമായി കൂട്ടുചേർന്നു. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുന്നതിന്റെ ഭാഗമായി പ്രതികൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉൾപ്പെടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായി ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കി എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിലോട്ട് പ്രതിപട്ടികയിലേക്ക് വരിക എന്നുള്ളത് ഇനി തുടർ അന്വേഷണത്തിൽ കാര്യമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ഉം സർക്കാരും ദേവസ്വം ബോർഡും അടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നെന്നാണ് പറഞ്ഞത്. ബോർഡ് അംഗങ്ങൾക്ക് കാര്യത്തിൽ പങ്കില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പ്രതിരോധത്തിലെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ SIT-യുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ബോർഡ് അംഗങ്ങൾ കൂടി ഈ കേസിൽ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അപ്പോൾ SIT പണി തുടങ്ങിയിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ എഫ്ഐആർ ഇടുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഫ് സൈലാബ്ദീൻ കൂടി ചേരുന്നുണ്ട്. സൈഫ്, ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർത്തിരിക്കുകയായിരുന്നു സർക്കാരും CPM-ഉം. അത് ഇപ്പോൾ പാളുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ അതിനൊരു മറ്റൊരു വേർഷൻ കൂടിയുണ്ട്. കാര്യം, പുതിയ ഭരണസമിതിയുടെ പരാതിയിലാണ് ഇപ്പോൾ പഴയ ഭരണസമിതിയെ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ചായ്വും കാണിക്കേണ്ടതില്ല. അയ്യപ്പന്റെ പൊന്ന് കട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു തരി പൊന്ന് കട്ടവരെയും അന്വേഷണത്തിൽ കൊണ്ടുവരും, അതായത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇടപെടലും വേണ്ട, നേരായ വഴിക്ക് തന്നെ അന്വേഷണം പോകണമെന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ട് എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്സ്? സേഫ് സെയിലാബ്ദീൻ കണക്ട് ആവുന്നതേ ഉള്ളൂ. നമുക്ക് സിജോയോട് തന്നെ ചോദിക്കാം ആ കാര്യം. സിജോ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രതിരോധം, ഒരു രാഷ്ട്രീയ പ്രതിരോധം കൂടി തീർക്കേണ്ടതായ ഒരു സാഹചര്യം കൂടി സർക്കാരിന് മുന്നിലുണ്ട് എന്ന് കൂടിയാണ്. കാരണം ഒരുപക്ഷെ സർക്കാർ ഈ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും നടപടി എടുത്തിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അപ്പോൾ വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട CPM-ന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ മുതൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ അതല്ലെങ്കിൽ CPM-നോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആർക്കും ഇതിൽ പങ്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയായിരുന്നു CPM നേതാക്കൾ. അതോടൊപ്പം തന്നെ സർക്കാരും അക്കാര്യത്തിൽ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പത്മകുമാറാണെങ്കിൽ തുടക്കത്തിലെ തന്നെ അക്കാര്യത്തിൽ തന്നെ കൈ കഴുകുകയും ചെയ്തിരുന്നു. കാരണം താനെന്ന് പറഞ്ഞിട്ടില്ല, ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്.